മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണ്. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു എന്ന്. അനുഗ്രഹത്തിന്റെ വഴി അത് വിശ്വാസ ജീവിതമാണ് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഈശോയുടെ പിറവി നമ്മുടെ ജീവിതത്തിന് ഒരു അനുഭവമായിട്ട് മാറണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്ക് മാത്രമേ ഈ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ആ ജീവിതം മരണത്തിലൂടെ അവസാനിച്ചവൻ സ്വർഗത്തിലേക്ക് പോയി എന്ന് കരുതി ജീവിക്കുന്നവർക്ക്, അതിന് വിശ്വാസമില്ലാത്തവർക്ക്, ആ ചിന്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അവരുടെയൊക്കെ ജീവിതത്തില് പിറവി തിരുനാള് ഒരു അനുഭവമായിട്ട് മാറുമെന്ന് തോന്നുന്നില്ല. പിറവി തിരുനാൾ ഒരു അനുഭവമായിട്ട് മാറണമെങ്കിൽ വിശ്വാസം ഉണ്ടാവണം. അതായത് ഈശോനാഥൻ എന്റെ ജീവിതത്തിൽ വന്ന് പിറക്കുവാനായിട്ട് കഴിവുള്ളവനാണ് എന്നും എന്റെ ജീവിതത്തെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉയർത്തുവാനായിട്ട് കഴിവുള്ളവനാണെന്ന് ഞാൻ വിശ്വസിക്കണം. ഈശോ നമ്മുടെ ജീവിതത്തിൽ വന്ന് പിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഓരോ കാര്യങ്ങളിലും അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് ഉണ്ടാവുക, നമ്മുടെ കുടുംബത്തിൽ അവിടുന്ന് ഉണ്ടാവുക, നമ്മുടെ അധ്വാനങ്ങളില് അവിടുന്ന് ഉണ്ടാവുക, നമ്മൾ പോകുന്ന വഴികളിൽ അവിടുന്ന് നമ്മളെ സംരക്ഷിക്കുക. ഇതാ ഈശോ വന്ന് പിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം. അങ്ങനെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴും ലഭിക്കണമെങ്കിൽ, ഈശോന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് ലഭിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസം ഉണ്ടാകണമെന്നാണ് വചനം പഠിപ്പിക്കുക. കൂടെ ഉണ്ടാകാനായിട്ട് കഴിവുള്ളവനും എന്റെ ജീവിതത്തെ ഉയർത്തുന്നവനുമാണ് ദൈവമെന്ന് ആഴത്തിൽ ഹൃദയത്തിൽ ബോധ്യമുണ്ടാവണം. അതാണ് വിശ്വാസം. അബ്രാഹം സാധ്യതകളൊന്നുമില്ലാതിരുന്നിട്ടും ദൈവം സർവശക്തനാണെന്ന് വിശ്വസിച്ച് കാത്തിരുന്നില്ലേ? അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സാധ്യതകളില്ല, ദൈവം കൂടെ വരാനും കൂടെ നടക്കാനും ഉയർത്താനും സാധ്യതകൾ മാനുഷികമായ തരത്തിൽ ചിന്തിച്ചാലില്ല. പക്ഷേ ഈ മാനുഷികതയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവികതയിലേക്ക് നമ്മൾ ഉയരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം എന്നെ ഉയർത്തും, ദൈവം എന്റെ ജീവിതത്തെ സംരക്ഷിക്കും, എന്റെ കുടുംബത്തെ സംരക്ഷിക്കും. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അസാധ്യതകളുടെ നടുവിലും ഈ ബോധ്യം ഉണ്ടാകണം. തകർച്ചകളുടെ നടുവിൽ ഈ ബോധ്യം ഉണ്ടാകണം. വേദനകളുടെ നടുവിൽ ഈ ബോധ്യം ഉണ്ടാകണം. ഈ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് ഉയർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ബോധ്യമുള്ളവർക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റുന്നതിന് സാധിക്കുകയുള്ളൂ. ഈ ബോധ്യമുള്ളവരെ ജീവിതത്തിൽ ദൈവം ഉയർത്തുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ച്, ഈ ബോധ്യം ആദ്യമേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇത് മാറുമ്പോഴല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, ജീവിതം ഉയരുമ്പോഴല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. പ്രതിസന്ധികളുടെ നടുവില് അവിടെ ദൈവം കൂടെയുണ്ട്, ദൈവം ഉയർത്തും എന്നുള്ള വിശ്വാസം ഉണ്ടാകും. ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ ഈ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളിൽ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക്, ഇവരുടെ ഇല്ലായ്മകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ പോകുന്ന വഴികളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിക ഉപദ്രവങ്ങളും നാരികീയ ശക്തിയിലെ ഉപദ്രവങ്ങളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തിയിൽ ഇവരുടെ ജീവിതം വിട്ടുപോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.